ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെ വിശേഷം? അപ്പോൾ എല്ലാവർക്കും ബിജൂസ് മീഡിയയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കഞ്ഞിയാണ്. അതായത് കുറച്ച് ഔഷധ മൂല്യമൊക്കെയുള്ളൊരു കഞ്ഞിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ഔഷധക്കഞ്ഞി നോർമലി നമ്മൾ വീടുകളിൽ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ഔഷധക്കഞ്ഞിയല്ല, അതിലേക്ക് കുറച്ച് എക്സ്ട്രാ പൊടികളൊക്കെ വരും, ആയുർവേദ പൊടികളൊക്കെ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ നവരാരി വെച്ചിട്ട് തന്നെ അതിൽ കുറച്ച് ധാന്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഞ്ഞി തന്നെയാണ്, കാരണം വളരെ ഔഷധ മൂല്യങ്ങളുള്ള കഞ്ഞിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് നവരാരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഒരു ഗ്ലാസ് നവരാരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മുതിരയാണ് കേട്ടോ. അതൊരു അര ഗ്ലാസ്, ഇപ്പോൾ എടുത്ത ഗ്ലാസ്സിന് അര ഗ്ലാസ് മുതിര, അതുപോലെ തന്നെ അര ഗ്ലാസ് വെള്ളപ്പയർ ചേർത്തിട്ടുണ്ട്. ഇനി കടല ചേർക്കുന്നുണ്ട്, അര ഗ്ലാസ് കടല ചേർത്തു. അതുപോലെ തന്നെ അര ഗ്ലാസ് ചെറുപയർ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് അധികം വേണ്ട, കുറച്ച് മതി. ഒരു സ്പൂൺ അടുത്ത് മതി, ചെറിയ സ്പൂണിൽ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ കുതിർത്തി വെക്കണം കേട്ടോ. നമ്മൾ ഒരു 5-8 മണിക്കൂർ മുന്നേ തന്നെ ഇത് കുതിർത്തി വെക്കണം. അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കാം. അപ്പോൾ നമ്മളൊരു 8 മണിക്കൂറോളം നമ്മുടെ അരിയും അതുപോലെ തന്നെ ധാന്യങ്ങളും കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം കേട്ടോ. മാറ്റിയിട്ട് നമുക്കൊരു 10 വിസിലോളം കൊടുക്കാം, എന്നാലാണ് ഇത് നന്നായിട്ട് കഞ്ഞിയുടെ രൂപത്തിലേക്ക് ആയി വരുള്ളൂ. അപ്പോൾ നമ്മൾ അരിയും ധാന്യങ്ങളൊക്കെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ പ്രഷർ കുക്കർ മൂടി അത് ഒരു 10 വിസിൽ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യാൻ പോകണം കേട്ടോ. സ്റ്റവ് ഓൺ ചെയ്തു. ഇനി നമുക്കിതൊരു 10 വിസിൽ കൊടുക്കാം കേട്ടോ. 10 വിസിൽ കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇത് പോയതിന് ശേഷം ഓൺ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം 10 വിസിൽ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കേട്ടോ. പ്രഷർ പോയതിന് ശേഷം നമ്മൾ തുറക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കുക്കർ തുറന്നു. അപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ നവരാരി പ്ലസ് കുറച്ച് ധാന്യങ്ങൾ ഇട്ടിട്ടുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് വളരെ ഹെൽത്തിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ കുക്കർ 10 വിസിൽ കഴിഞ്ഞ് അതിൻ്റെ ആവി പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കുറവുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഞ്ഞി നന്നായി വെന്തിട്ടുണ്ട് 10 വിസിലിൽ വെച്ചാൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിതിൽ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളം ഉണ്ട് കേട്ടോ. പിന്നീട് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കഞ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പ്രാധാന്യമുള്ള കഞ്ഞി കൂടിയാണ്, കാരണം നമ്മൾ കർക്കിടക മാസമൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഔഷധ കഞ്ഞിയൊക്കെ കഴിക്കണ കൂട്ടത്തിൽ ഇതും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി തന്നെയാണ് കേട്ടോ. കാരണം അതിൽ നവരാരി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റു പല ധാന്യങ്ങളും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്ത് മറ്റുള്ളവരിലേക്കും വീഡിയോ എത്തിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.